എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലയാളം സംസാരിക്കുന്നത് പോലെ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാചകം കടന്നു വരുന്നുണ്ട്. അത് പറയേണ്ട സ്ഥലത്തും പറയുന്നുണ്ട്, പറയാൻ പാടില്ലാത്ത സ്ഥലത്തും പറയുന്നുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പറയേണ്ട സ്ഥലത്ത് പറയണം, പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പറയരുത്. അത് പറയുന്നതിലൂടെ പടച്ച റബ്ബ് നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ആ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ടുള്ള നേട്ടം എന്താ? ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ നമ്മളിപ്പോ മാഷാ അല്ലാഹ് എല്ലാരും പറയൂലേ, ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. നമ്മൾ തവക്കൽതു അലല്ലാഹുടെ ഗുണ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം, സമയമുണ്ടെങ്കിൽ മാഷാ അല്ലാഹും പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇങ്ങനെ ആദ്യം ഇതൊക്കെയാ പഠിക്കേണ്ടത്, വയലൊക്കെ നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഏതൊരു കാര്യത്തെപ്പറ്റി നാളെ ഞാനത് തീർച്ചയായും ചെയ്യാം എന്ന് നീ പറഞ്ഞു പോകരുത്. ഖുർആൻ പറയുക, അള്ളാഹു പറയുകയാണ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ ഞാനത് തീർച്ചയായും ചെയ്യുമെന്ന് നീ പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയണം? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, തീർച്ചയായും ഞാൻ നാളെ അത് ചെയ്യുമെന്ന് നീ ഉറപ്പിച്ചു പറയരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇല്ലാ അയ്യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നു എങ്കിൽ എന്നും ചേർത്തിട്ട് നീ പറയാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ എന്തു പറയണം? ഇൻഷാ അല്ലാഹ് എന്നുകൂടെ നീ ചേർത്തിട്ട് വേണം നീ പറയാൻ. അതില്ലാതെ നീ പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പറയാറില്ലേ, നാളെ ഉറപ്പായിട്ട് ഞാൻ നാളെ വരും. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉണ്ടോ? അതാ പറഞ്ഞ ഖുർആൻ. ഉറപ്പായിട്ട് ഇൻഷാ അല്ലാഹ്, ഉറപ്പായിട്ട് ഞാൻ തരും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. ഇങ്ങനെ പറയരുത്. ഖുർആനാ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ എന്തു പറയണം? ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് ഒന്ന് ചേർത്ത് പറയണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയാതെ വന്നാലുള്ള ഭവിഷ്യത്ത് എന്താ? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം കാണാം. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകനാണ് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാവിനെ കുറിച്ച്, ഗുഹാവാസികളെ കുറിച്ച്, മഹാനായ ദുൽഖർനൈൻ മഹാനവറുകളെ കുറിച്ച്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് ജൂതന്മാര് ഇളക്കി വിട്ടിട്ട് അറബികൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്നൊരു സംശയം ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ഹാബുൽ കഹഫ്, വെള്ളിയാഴ്ച ദിവസം നമ്മൾ കഹഫ് പാരായണം ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്ഹാബുൽ കഹഫ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ചരിത്രം നമുക്കറിയാം. ജോർദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്ഹാബുൽ കഹഫ് ഇരുന്ന ഗുഹ നമുക്ക് കാണാം. അവരിരുന്നിരുന്ന സ്ഥലം അതൊക്കെ ഇന്ന് അടയാളം ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കബറടക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് ആ ചെറിയ ഗുഹയ്ക്കകത്തുനിന്ന് കാണാൻ കഴിയും. അസ്ഹാബുൽ കഹഫ്. അപ്പൊ ആ അസ്ഹാബുൽ കഹഫിര് അവരെ കുറിച്ച്, അതുപോലെ തന്നെ ആത്മാവ്, നമ്മുടെ റൂഹുകളെ കുറിച്ച്, അതുപോലെ ദുൽഖർനൈനി എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ജൂതന്മാര് പറഞ്ഞുകൊടുത്തു, അറബികളോട് പറഞ്ഞുകൊടുത്തു, ഇത് പോയിട്ട് മുഹമ്മദിനോട് ചോദിക്ക്. അങ്ങനെ അവർ വന്നിട്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അറബികൾ വന്നിട്ട് ചോദിക്കാം, ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ചോദിച്ചു.
ആ ചോദിക്കുന്ന സമയത്ത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ നാളെ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്ഹാബുൽ കൗഫിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് പടച്ചവനെ ജൂതന്മാര് പറഞ്ഞു വിട്ടത് കാരണം അറബികൾ വന്നിട്ട് മുത്തുനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഞാൻ നാളെ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്താ, ദുൽഖർനൈനി രാജാവിനെ കുറിച്ചുള്ള കാര്യം ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നാളെ പറയാം. ഇത്രേ പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞില്ല? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ആ ഒരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോൾ ഉണ്ടായ നഷ്ടം എന്തെന്നറിയോ? ആ ഒരു ഇൻഷാ അല്ലാഹ് നമ്മളെ പോലാണോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മളെ പോലല്ല. അള്ളാഹുവുമായിട്ട് അത്രയും അടുപ്പം, അള്ളാഹുവുമായിട്ട് അത്രയും ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷെ അവിടെ നിന്നൊരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയി, ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനത് പറയാൻ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് നാളെ പറയാമെന്ന് പറയുന്നതിന് പകരം നാളെ പറയാമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പറയാതെ വിട്ടപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച റബ്ബങ്ങ് പിണങ്ങുകയാണ്. അല്ലാഹു മുത്തുനബിയോടങ്ങ് പിണങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് മുത്തുനബിയുടെ ചാരത്ത് വഹിയുമായി കടന്നു വരുമായിരുന്നു. ഏഴാകാശം കടന്ന് പടച്ച റബ്ബിന്റെ തീരുമാനങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് കൊണ്ടുവരുന്ന മലക്കാണ് ജിബ്രീൽ. അവിടുന്ന് വഹി വരുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയപ്പോ പിന്നെ ജിബ്രീൽ വരുന്നില്ല. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. അല്ലാഹുവേ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. റബ്ബേ, ജിബ്രീൽ വരുന്നില്ലല്ലോ, ജിബ്രീൽ വരുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പടച്ചവനെ വഹിയങ്ങ് നിൽക്കുകയാണ്. വഹിയൊന്നും വരാതെ വന്നപ്പോ പ്രവാചകന് വല്ലാത്ത വേദനയായി, പ്രവാചകന് വല്ലാത്ത വിഷമമായി. അല്ലാഹുവേ, ഖുറൈശികൾ മുഹമ്മദിനെ കളിയാക്കുകയാ. വഹി വരാതെ വന്നപ്പോ അല്ല വണങ്ങി, പച്ച മലയാളത്തിൽ പറഞ്ഞ അത്ര തന്നെ. ഒരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹി അങ്ങ് നിലച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. ഏസി നിർത്തിക്കൂടെ? ഇൻഷാ അല്ലാഹ് മതി. ഇപ്പം അൽഹംദുലില്ലാഹ് തണുത്തത്രയൊക്കെ മതി. ഫാനിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് മതി. തണുത്ത് അതിൽ കുഴപ്പമില്ല, ഫാൻ മതി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് അതൊക്കെ കൊടുത്തവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച കൂടെ ഇടാൻ നോക്കണം കേട്ടോ. ഇനി മുതൽ കുറേ നാളായി ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഇട്ടതാട്ടോ. കുറേ നാളായി ഇത് വർക്ക് ചെയ്തിട്ട് ഇന്നതുകൊണ്ട് ഇട്ട് നോക്കിയതാ വർക്കാവുന്നുണ്ടോ. അൽഹംദുലില്ലാഹ് എന്തായാലും കുഴപ്പമില്ല, കൂടാവുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരുന്നില്ല. വഹി വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന് വഹി വരാതെ വന്നപ്പോ ഖുറൈശികൾ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിനെ റബ്ബ് കൈവിട്ടു, മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടു. ഇപ്പൊ മറ്റേ മരക്കൊന്നും വരുന്നില്ല, ഇപ്പൊ വഹിയൊന്നും വരുന്നില്ല. ഖുറൈശികൾ കളിയാക്കുകയാ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വന്നു. വല്ലാത്ത ദുഃഖം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം പറയുന്ന 40ഓളം ദിവസം, ഒന്നും രണ്ടുമല്ല 40ഓളം ദിവസം അവിടെ നിന്ന് വഹിയില്ലാതെ പ്രവാചകന് വലിയ പ്രയാസമായി, വലിയ വേദനയായി. ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന സമയം അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രയാസത്തിലാണ്. കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന്, അതുപോലെ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് വല്ലാത്ത പീഡനങ്ങളും, അതുപോലെ കുത്തുവാക്കും പരിഹാസവും, അതുപോലെ തനിക്ക് താങ്ങും തണലുമായി നിന്നവരുടെ മരണങ്ങളോ, ഇതെല്ലാം പ്രവാചകനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നോക്കിയിരിക്കുന്നു. റബ്ബേ, ജിബ്രീൽ വരുന്നുണ്ടോ, ജിബ്രീൽ വരുന്നുണ്ടോ? പടച്ചവനെ, പ്രവാചകനെ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടു, മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടു, ഇപ്പൊ മുഹമ്മദിന് വഹിയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികളെ കളിയാക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിന്റെ പേരില്? ഇൻഷാ അല്ലാഹ് നാളെ പറയാമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയലല്ല. അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഒരാൾ, അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ തിന്മകൾ പോലും അള്ളാഹുവിന്റെ മുന്നിൽ വലുതാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വരുന്നത് ചെറുതാണെങ്കിലും അത് വലുത് തന്നെ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹുമാറാകട്ടെ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, വൻപാപങ്ങളും ചെറുപാപങ്ങളൊക്കെ പോകട്ടെ, വൻപാപങ്ങളും ചെറുപാപങ്ങളൊക്കെ പോകട്ടെ. അള്ളാഹുവിലേക്ക് അടുത്ത ആൾക്കാർ ഒരു കറാഹത്ത് പോലും ചെയ്യില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു കറാഹത്ത് പോലും. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചരിത്രങ്ങൾ പറയുന്നു, ഒരു വലിയ മഹാനുണ്ട്, എല്ലാവരും പറയുന്നു ഒരു വലിയ മഹാനുണ്ട്, വലിയ മഹാനുണ്ട് എന്ന് പറയുക. അപ്പൊ എല്ലാവരും പറയണല്ലേ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വലതുഭാഗത്തേക്ക് തുപ്പുന്ന കണ്ടു. അപ്പൊ പറഞ്ഞു, ഇദ്ദേഹം മഹാനല്ല. ചെയ്ത തെറ്റെന്താ? കള്ളു കുടിച്ചോ? അല്ല, വലതുഭാഗത്തേക്ക് തുപ്പാൻ പാടുണ്ടോ? വലതുഭാഗത്തേക്ക് തുപ്പരുത്, ഇടതുഭാഗത്ത്. അതാ ഞാൻ പറഞ്ഞത്, കറാഹത്ത്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മഹത്തുക്കളായ ഗുരുനാഥന്മാർ, മുൻഗാമികൾ, അവർക്ക് കറാഹത്തെന്ന് അതുപോലെ അവർ ചിന്തിക്കും. നിസ്സാരം, നമുക്ക് പാപം വരുമ്പോൾ വൻപാപം ചെയ്താലും നമുക്കൊന്നും തോന്നാറില്ല. പക്ഷേ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരുപാട് പണ്ഡിതന്മാരും മഹത്തുക്കളുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ചെറിയതാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു, അതാ ബന്ധം. നമ്മളിപ്പോൾ ഉദാഹരണം പറയുമല്ലോ, നാട്ടുകാർ പറയട്ടെ, മനുഷ്യന്റെ വാ കെട്ടാൻ പറ്റുമോ? കുടത്തിന്റെ വാ കെട്ടാനല്ലേ പറ്റൂ, പറയട്ടെ. എന്നാലും പടച്ചവനെ, കുടുംബക്കാരൻ പറയട്ടെ, കൂട്ടുകാരൻ പറയട്ടെ, എന്നാലും എൻ്റെ കൂടപ്പറപ്പ് പറയാൻ പാടുണ്ടോ? ഒരു വല്ലാത്ത വിഷമമല്ലേ? നാട്ടുകാർ പറഞ്ഞാൽ പറയട്ടെ, കുഴപ്പമില്ല. കുടുംബക്കാർ പറഞ്ഞാൽ പോട്ടെ, എന്നാലും എൻ്റെ കൂടപ്പറപ്പൻ, അതൊരു വേദന. അടുപ്പത്തിനനുസരിച്ച് വേദന കൂടുന്ന, അടുപ്പത്തിനനുസരിച്ച് നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധമുള്ളവർ നമുക്ക് എന്തെങ്കിലും നിസ്സാര തെറ്റ് ചെയ്താലും വലിയ ഫീലിംഗ്, വലിയ വേദന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹി നിലച്ചത്. അവിടെ നിന്ന് വഹി വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദിവസങ്ങളോളം കഴിയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വലിയ പ്രയാസത്തിലാണ്. അപ്പോഴാണ് മുത്തുനബിയെ കളിയാക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികളെ കളിയാക്കിയത്, ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ പടച്ചവനെ, പ്രവാചകനെ വിഷമിച്ച് വീടിന്റെ അകത്ത് ദുഃഖത്തിൽ കഴിയുമ്പോഴാണ് അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹീമായിട്ട് കടന്നു വരികയാ. പടച്ചവനെ, 40ഓളം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ജിബ്രീൽ വരുന്നത്. നബിയേ,
എന്തിനാ നബിയെ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ, മുത്തുനബി അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, കൗസർ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ, അങ്ങക്കുള്ളതാണ്. അവിടുന്ന് മുത്തുനബിയെ സമാധാനിപ്പിക്കുകയാണ്. വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന പ്രവാചകന്റെ ചാരത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എഴുന്നേക്ക് നബിയേ, എഴുന്നേക്ക് നബിയേ. ആരാ പറഞ്ഞത്? പടച്ചറബ് നിങ്ങളെ കൈവിട്ടെന്ന്. കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ, എഴുന്നേക്ക് നബിയേ, വാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയുണ്ടല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പടച്ചവനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു പിണക്കത്തിന് ശേഷം ഒരിണക്കമുണ്ടാവുകയാണ്. മുത്തുനബിയെ വിളിച്ചുണർത്തുന്നു. അല്ലാഹുവേ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു പോകുന്നു. അവിടെ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് ഏഴാകാശം കടന്നു. പടച്ചവനെ, അതാ ആലമുൽ അർവാങ്, ഏഴാകാശം കടന്നു. സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞു. പടച്ച റബ്ബിന്റെ സ്വർഗവും നരകവുമല്ല കാണാൻ അല്ലാഹു കൊണ്ടുപോയ ചരിത്രം ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വഹീ വരെ നിലച്ചുപോയെന്ന് ചരിത്രം അവിടുന്ന് പറയുമ്പോ, അപ്പോഴാണ് ജിബ്രീൽ വരുന്നത്. യാ റസൂലല്ലാഹ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടുന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും എന്ന് നീ പറയരുത്, ഇൻഷാ അല്ലാഹ് എന്നുകൂടെ നീ ചേർത്ത് പറയണേ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരിങ്ങനെ ഇൻഷാ അല്ലാഹ് പറയാറുണ്ട്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. ഈ പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എപ്പോഴാണ്? ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയുന്നു ചില സ്ഥലങ്ങളിൽ പറയേണ്ട കാര്യങ്ങളില്ല എന്ന്. അത് ചില കാര്യങ്ങൾ, അപ്പം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉറച്ച തീരുമാനമെന്ന നിലയ്ക്കല്ലാതെ ഒരു വാർത്ത നിന്റെ ഭാഗത്ത് നീ ഇൻഷാ അല്ലാഹ് പറയണമെന്ന. എന്തുകൊണ്ടെന്നാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ചില ഉദ്ദേശമായ കാര്യങ്ങളുണ്ട്. സർവ്വതും തീരുമാനിക്കുന്നത് അല്ലാഹുവാ. എന്തിനാ ഇൻഷാ അല്ലാഹ് പറയുന്നത്? നമുക്കൊരു റബ്ബുണ്ട്. ആ റബ്ബാണ് സർവ്വകാര്യങ്ങളും തീരുമാനിക്കുന്നത്, നമ്മളല്ല എന്ന് പഠിക്കാനാ. ഇൻഷാ അല്ലാഹ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഭാവിയിലെ നമുക്ക് നമ്മുടെ ഭാവിയിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ ഭാവിയെ കുറിച്ച് പറയാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ. നാളെ നമ്മുടെയൊക്കെ നാളത്തെ കാര്യം എന്താണെന്നുള്ളത് പറയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് പഠിക്കാനാ ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞത്. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹുവിന് മാത്രമാണ് മനുഷ്യന്റെ സർവ്വകാര്യങ്ങളും നാളെയുള്ള കാര്യങ്ങൾ അറിയുന്നത് അള്ളാഹുവിന് മാത്രമാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്തിനാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പറയുന്നത്? മനുഷ്യ, നാളെ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ.
ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ പടച്ചവനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കുകയില്ലല്ലോ. അല്ലാഹു തീരുമാനിച്ചതുപോലെയാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെയാണ് സർവ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നാളെ ഞാൻ ഉറപ്പായിട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാ എന്ന് പറയണമെങ്കിൽ നാളെ ഞാൻ ഉണ്ടാകണമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടാകണം. ആ ഉറപ്പ് നമുക്കില്ലല്ലോ. ലോകത്തൊരു മനുഷ്യനും ആ ഉറപ്പില്ലല്ലോ. കാരണം അല്ലാഹുവാണ് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ, ആ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം നിങ്ങൾ എടുത്തു നോക്ക്. അല്ലാഹു പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. എന്തിനാണ് ഇൻഷാ അല്ലാഹ് ചേർക്കേണ്ടത്? എന്തിനാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? എടാ, നാളെ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ നമുക്കാർക്കും അതിന് കഴിയില്ലല്ലോ. നാളെ ഉണ്ടാകണമെന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹ് പറയുന്നു 5 രഹസ്യങ്ങളുണ്ട്. 5 രഹസ്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹുവിന് മാത്രം അറിയുന്ന 5 രഹസ്യങ്ങൾ ഏതാ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഈ 5 കാര്യങ്ങൾ പ്രവചിക്കാൻ ഒരു മന്ത്രവാദിക്ക് കഴിയില്ല. ഒരാൾക്കും ഈ പ്രപഞ്ചത്തില്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന ഒരു ശക്തിയാകട്ടെ, ഒരാൾക്കും പ്രവചിക്കാൻ കഴിയുകയില്ല. ഈ 5 കാര്യങ്ങൾ രഹസ്യമാ. ആർക്കറിയുന്ന രഹസ്യമാണ്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും റബ്ബിനറിയുന്ന രഹസ്യമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. 5 കാര്യങ്ങൾ അല്ലാഹ്ക്ക് അറിയത്തുള്ളൂ, ലോകത്തൊരു ശക്തിക്കും അറിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. 1, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. 2020 21 ലോകം അവസാനിക്കുമെന്നാ പറഞ്ഞത്. സത്യത്തിൽ ആ പറഞ്ഞ മനുഷ്യൻ കൊറോണയായിരിക്കും ഉദ്ദേശിച്ചത്. 2020 ആകുമ്പോഴത്തേക്ക് ലോകം തകരുമെന്നല്ലേ ആരോ പ്രവചിച്ചത്? എന്തേ പ്രവചിച്ചിട്ട് പൊട്ടാഞ്ഞ്? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ലോകം അവസാനിക്കുന്നത് എന്നാണെന്ന് ആർക്കേ അറിയൂ? 2021 2051 ഇനി 3000 5000 ആർക്കേ അറിയത്തുള്ളൂ? ആർക്കറിയത്തുള്ളൂ? ഏതെങ്കിലും നബിമാർക്കറിയോ? ഏതെങ്കിലും ഔലിയാക്കന്മാർക്കറിയോ? ആർക്കെങ്കിലും ഉസ്താദ്മാർക്കറിയോ? മന്ത്രവാദിക്കറിയോ? ആർക്കേ അറിയൂ? അല്ലാഹ്. നമുക്കെന്ത് പറയാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടയാളം പറയാനേ നമുക്ക് പറ്റൂ. അടയാളം ഏതാ അടയാളം? വെള്ളിയാഴ്ച ദിവസം ലോകം അവസാനിക്കണം. ലോകം അവസാനിക്കുന്നെന്നാ? വെള്ളിയാഴ്ച ദിവസം. അതല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ടാ വെള്ളിയാഴ്ച വരുമ്പോൾ മനുഷ്യനല്ലാതെ, മനുഷ്യനും ജിന്നുകളുമല്ലാതെ സർവ്വചരാചരങ്ങളും വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോൾ പേടിച്ചോണ്ടായി എഴുന്നേക്കുന്നേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്തേ? വെള്ളിയാഴ്ചയല്ലേ ലോകം അവസാനിക്കുന്നത്. അപ്പൊ ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ പറയാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന വെള്ളിയാഴ്ച, ഇന്ന മാസം എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ. ഇപ്പൊ മഴ പെയ്യോ? 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 പറയാൻ പറ്റുമോ? കാലാവസ്ഥ എന്താ പറയും? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് വരുന്നു, ഇപ്പൊ വരും, 2 മണിക്ക് വരും, 3 മണിക്ക് വരും, 4 മണിക്ക് വരും, വരത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യാൻ, അതാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇല്ല, എല്ലാവരും സൂക്ഷിക്കെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ പെയ്യുമെന്ന് പറയാൻ പറ്റുമോ? നല്ല വെയിൽ റോഡിൽ നിൽക്കുമ്പോൾ കാണാൻ പടച്ചോനെ മഴ പെയ്യണം. എടാ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ 2 ദിവസം തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമി വഴുതിന് പോയി. റഹ്മാനായ അല്ലാഹ്, വഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് കഴിയുമ്പോൾ എന്തോ മഴ. നമ്മളെ ചിന്തിക്കും മഴയെന്ന് പറഞ്ഞതാ. ചിലപ്പോ നല്ല വെയിലായിരിക്കും, ഒറ്റ പെയ്ത്ത്, പക്ഷെ അവിടെ കാണത്തില്ല. എവിടെ? കവലയിൽ.
അതാണ് അള്ളാഹ് റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കണ പോലെ കൊടുക്കണത്. ഇങ്ങനെ ചെറുതായിട്ട് ചില സ്ഥലങ്ങളിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണാം, പെട്ടെന്ന് മഴ, അപ്പുറത്ത് മുമ്പ് ഒന്നുമില്ല. നമുക്ക് ലൈവായിട്ട് കാണാം റോഡ് നനഞ്ഞു കിടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ എപ്പോൾ പെയ്യും ആരേ പറയത്തുള്ളൂ? ആർക്കേ അറിയത്തുള്ളൂ? അള്ളാഹുവിനെ അറിയൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണിന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. എത്ര മാസം കഴിഞ്ഞാ സ്കാൻ ചെയ്യണം? 3 മാസം. അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞു തരുമോ? കുഞ്ഞിന് കൈയുണ്ടെന്നോ കാലുണ്ടെന്നോ ഹാർട്ടുണ്ടെന്നോ കിഡ്നി ഉണ്ടെന്നോ പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. ആർക്കറിയാം? അള്ളാഹിക്കറിയാം. 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഡോക്ടർക്ക്. അതിനു മുമ്പ് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് പറയാനേ അറിയത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4 നാളെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ലോകത്താരെങ്കിലും കൊണ്ട് പറ്റുമോ? ഇല്ല. അതാ അള്ളാഹ് പറഞ്ഞത്, ഒമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. അതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് പറയാൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെറുതെ ഇല്ല പറഞ്ഞത്, നാളെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെ ഇല്ല. നാളത്തെ പോട്ടെ, ഇന്നിവിടുന്ന് തീരുപോയി നിൽക്കണം. ഞാൻ ഇന്ന് ഒരു മൊബൈലിൽ എറണാകുളത്തെങ്ങാണ്ട് ഒരു ജിമ്മിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ കണ്ട്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നുണ്ട്, നെഞ്ചുവേദന, ഇങ്ങനെ നിൽക്കിയിരിക്കുക. കുറച്ചേരം ഇങ്ങനെ ഇരുന്നു, എഴുന്നേറ്റു, പിന്നെയും പോയിരുന്നു, നിൽക്കുന്നുണ്ട്. 5 മിനിറ്റ് സ്റ്റെപ്പ് ചെയ്ത് താഴെ വീണു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ ചിന്തിച്ചു വയ്ക്കേ. അതാ പറഞ്ഞത്, ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയില്ലേ. ഈ ഫുട്ബോൾ കളി നടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരുത്തൻ്റെ ചുമലിൽ ഇങ്ങനെ ചാരിയിരിക്കുക. കൂട്ടുകാരിങ്ങനെ ചെരുപ്പ് ഷൂസ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂടെ കളിക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ തോളി ചാരിയിരുന്നു. അപ്പം ഇവൻ ഇങ്ങനെ കുറച്ചു നേരമായിട്ട് ചാരിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ പിടിച്ച് തെള്ളുക. സത്യത്തിൽ ഓം മരിച്ചിരിക്കുക, അറിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യന്റെ മരണം ഇതാ, അത്രേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ച് ഏത് രീതിയിലാ കടന്നു വരുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ ആയുസ് എത്രയുള്ളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുന്നത്, ഇത്രയുള്ളൂ മനുഷ്യന്. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാവിലെ 9 മണിയായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സുണ്ട്, അസ്ലം എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പൊന്നുമോനും, വീടിന്റെ ഫാൻ ശരിയാക്കിയതാ. വീട്ടിലെ ഫാൻ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കരണ്ടടിച്ചു, വീണു, മരിച്ചു. 20 വയസ്സേ ഉള്ളൂ. വീട്ടിലെ ഫാൻ ശരിയാക്കിക്കൊണ്ടിരുന്നതാ. വാപ്പ ഗൾഫിലാ, ദുബൈയില്. ഇന്ന് വന്നു. മകൻ മരിച്ച വാർത്ത അറിയാതെ പെട്ടെന്ന് വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഖബറടക്കിയ ആ ചെറുപ്പക്കാരൻ, അള്ളാഹു അസ്ലമിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ഇത്രയുള്ളൂ. ഒരു അൻവർ എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കുടുംബത്തിലെ ഒരു സഹോദരനാ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു പറയുന്നു, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. 5-ാമത്തെ കാര്യം എന്താ? എവിടെ വെച്ച് മരിക്കും. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. എപ്പോ എവിടെ വെച്ച് മരിക്കും, എവിടെ ഖബറടക്കും, അള്ളാഹുവിന് അറിയുന്ന രഹസ്യം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ എവിടെ വെച്ചാ മരിക്കണേ? എവിടെ വെച്ചാ? പള്ളിക്കകത്ത, വീട്ടില, ബാത്റൂമില്ല, നടുറോഡില്ല, വണ്ടിക്കകത്ത, ഹോസ്പിറ്റലില്ല, ഐസിയുവില്ല, അല്ലാഹു അഅലം. മക്കത്ത, മദീനത്ത, എവിടെ അറിയാൻ പറ്റുമോ? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എവിടെ ഖബറടക്കും? പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിലാണോ? അല്ലാഹു അഅലം. ചിലപ്പോൾ മദീനത്തായിരിക്കും, ജന്നത്തുൽ ബഖീയിൽ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെയാണ് ഖബർ? അത് അല്ലാഹുവിന് അറിയുന്ന രഹസ്യങ്ങളാ മരണം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, നീ എന്ത് കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോഴും നാളെ ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം മാറ്റിവെക്കുമ്പോൾ നീ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പറയേണ്ടതിന്റെ പ്രാധാന്യം അറിയാൻ. എന്തിനാ ഇൻഷാ അല്ലാഹ് പറയുന്നത്? അത് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണ്?
പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പഠിച്ചൂടെ? ബോറടിച്ചു തുടങ്ങിയോ? ഇൻഷാ അല്ലാഹ് പഠിച്ചോ. എന്തിനാ പറയണേ? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ, അത് പറയുന്നത് കൊണ്ടുള്ള നേട്ടമെന്താ? അത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? ഒരെണ്ണം എന്താ പഠിച്ചേ? ഒന്നാമത്തെ അറിവെന്താ പഠിച്ചത്? സുബ്ഹാനല്ലാഹ്. പറ സലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞൊരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഹി കുറച്ച് നാളത്തേക്ക് നിന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിനൊരു തടസ്സം അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തേത് ബന്ധത്തിന് പോലും തടസ്സം വന്നു. അപ്പം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നാളത്തെ കാര്യത്തിന്റെ തീരുമാനം അല്ലാഹ്ക്കാ, നമുക്കല്ല. അതുകൊണ്ട് നീ ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ലാ തൂഫന്ന ലൈലതൻ ബിമിഅതി ഇംറഅത്തിൻ തലിദു കുല്ലു ഇംറഅത്തിൻ ഉലാം يقاتل في سبيل الله فقال له الملك قل إن شاء الله فلم يكن ونسيا فأطاف بهن ولم تلد منهم إلا امرأة نصف إنسان. قال النبي صلى الله عليه وسلم لو قال إن شاء الله لم يحنس وكان أرجى لصحاب. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. സർവ്വതും എല്ലാം ഭരിച്ച ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതാണ് ഉറുമ്പിന്റെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കേൾക്കാമായിരുന്നു. കാറ്റ് അധീനതപ്പെടുത്തു, ജിന്ന് എല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അല്ലാഹു കൊടുത്തു. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ അവിടെ നിന്നൊരു രാത്രിയിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, 70 ഭാര്യമാരെ ഞാൻ ഇന്ന് സന്ദർശിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് രാത്രി 70 ഭാര്യമാരെ ഞാൻ ഇന്ന് സന്ദർശിക്കും. അവർ ഓരോ സ്ത്രീയും, അവിടെ നിന്ന് പറയുന്ന അവർ ഓരോ സ്ത്രീയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന കുതിരപ്പടയാളികളെ പ്രസവിക്കുന്നതാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നത്തെ രാത്രി 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. 70 ഭാര്യമാരുടെ അടുക്കൽ പോകും. ആ ഭാര്യമാരെല്ലാവരും ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കും. അവർ മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാ. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് മലക്കാണെന്ന് ചരിത്രം പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നത്തെ രാത്രിയിൽ 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. 70 ഭാര്യമാർ, ഇത് കേൾക്കുമ്പോ കണ്ണും തള്ളിയിരിക്കണ്ട. നമ്മള് 70 ഭാര്യമാരോ, അത് അന്നത്തെ, ഇന്ന് 4 വരെ പറ്റത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 70 ഭാര്യമാരുടെ അടുക്കൽ ഞാൻ പോകും. അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും എനിക്ക് ആൺകുഞ്ഞുങ്ങൾ ജനിക്കും. അവരെ മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഷഹീദാകുന്നതിന് വേണ്ടി ഞാൻ വിടും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അതാ മനസ്സിലാക്കണ്ടേ. കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാവരും ആൺകുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു.
ആ ഒരൊറ്റ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ആ 70 പെണ്ണുങ്ങളും 70 ആൺകുട്ടികളെ പ്രസവിക്കുമായിരുന്നു. പക്ഷേ ആ ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഒരാൾ മാത്രമേ പ്രസവിച്ചു എന്ന്, ഒരാൾ പ്രസവിക്കുകയും ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ അവിടെ നിന്ന് പോരാടി ഷഹീദാവുകയും ചെയ്തു എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയിൽ കാണാം ഈ ഹദീസ്, വെറുതെ പറഞ്ഞതല്ല. ഒരൊറ്റ ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോൾ അവസ്ഥ ആലോചിക്കേ. ആ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ ഖാല ഇൻഷാ അല്ലാഹ്, സുലൈമാൻ നബി അലൈഹിസ്സലാമും കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ആ 70 പെണ്ണുങ്ങളും 70 ആൺമക്കളെ പ്രസവിച്ചു. അവർ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുമായിരുന്നു. പറയാതെ വന്നപ്പോൾ അല്ലാഹ് ഒന്നിനെ കൊടുത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, ഇൻഷാ അല്ലാഹ് ഏത് കാര്യത്തിനും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. പറയാതെ വരുമ്പോൾ ആ സഹായം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. പറ ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് എന്ത് കാര്യത്തിനും എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പറയണം. പറഞ്ഞാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? അള്ളാഹുവിൻ്റെ സഹായം കിട്ടും. ഇല്ലെങ്കിൽ പോയി. കിട്ടിയാ കിട്ടി, ഇല്ല മാവിൽ എറിയുന്ന പോലെ. കിട്ടിയാ കിട്ടി, ഇല്ല. ഒരു പണ്ട് പയ്യൻ പറഞ്ഞു, ചിലപ്പം ശരിയാവും, ചിലപ്പം ശരിയാവത്തില്ല. ഒരു പയ്യനൊരു ലൈവ് ഇട്ടിട്ട് എന്തോ ഒന്നുണ്ടാക്കുന്ന വെച്ചിട്ട് അവസാനം പാളിപ്പോയി പവൻ പറഞ്ഞു, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. ഇത്രയേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത ഹദീസ് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നോക്ക്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم إن يأجوج ومأجوج يحفرون كل يوم حتى إذا قادوا يرون شعاع الشمس قال الذي عليهم يرجعوا فسنحفر غدا فيعيد الله أشد ما كان حتى إذا بلغت مدتهم وأدرك الله أن يبعثهم على الناس حفروا حتى إذا كادوا يرون شعاع الشمس قال الذين عليهم يرجعوا فتستحفرونه غدا إن شاء الله تعالى. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹദീസ് പൂർണ്ണമായി പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഇതൊക്കെ ഉണ്ടോയെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഹദീസ് പരിപൂർണമായി ഇബ്നു മാജയിലെ ഹദീസ് കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കേട്ടിട്ടുണ്ടാ? യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം സൂറത്തുൽ കഹ്ഫ് എടുത്ത് നോക്കിയാൽ കാണാം. ഇന്ന് ഓതിയപ്പോൾ അതിനകത്തുണ്ട് ഇന്ന യഅജൂജ ഇല്ല സമരസായ സൂറത്തുൽ കഹ്ഫിലുണ്ട്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം ലോക അവസാനത്തിന്റെ മുന്നോടിയായിട്ട് അവർ വരും. അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ 3 മക്കൾ. ആ മക്കളിലെ ഒരു മകന്റെ തലമുറയാണെന്ന് പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ, ആ മക്കൾ 3 മക്കളാണുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് 3 മക്കളുണ്ട്. ആ 3 മക്കളുടെ ഒരു മകന്റെ തലമുറയിലാണ്. അവിടെ നിന്ന് പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇമാം അഹ്മദ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വലദ നൂഹുൻ സലാസ സാമുൻ അബുൽ അറബ് വഹാമുൻ അബു സുദാൻ വബായിസുൻ അബു തുർക്കികൾ ആ പരമ്പരയിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയോ അടച്ചിട്ടിരിക്കുകയാണ്. തുർക്കിയിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അത് വേറെ വിഷയങ്ങളാണ്. കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അവരിങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ലോക അവസാനത്തിന്റെ സമയമാകുമ്പോൾ, ലോക അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾപ്പെട്ടതായി ഇവർ വരും. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടം വരുമ്പോഴാ വേറൊരുത്തം വരത്തില്ലേ, ദജ്ജാല്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ.
ആ വിഭാഗമൊക്കെ വരുമ്പോൾ യജൂജ് മഅജൂജ് ഇങ്ങനെ ഒരുപാട് തെളിവുകൾ വന്നിട്ടാണ് ലോകാവസാനം വരുന്നത്. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പെട്ടതാ ദജ്ജാല് വരും. വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. അല്ലാഹുവൻ എന്തുകൊണ്ട് അവന്റെ ശർറീന്ന് കാക്കാൻ വേണ്ടി അത്തഹയ്യാത്തി ദുആ ചെയ്യണേ? അത്തഹയ്യാത്തിനകത്ത് നമ്മൾ ദുആ ചെയ്യുന്നു അവന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം എന്തെന്നറിയോ? അവന്റെ വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. ഖബറിന്റെ അകത്ത് വന്നിട്ട് എഴുന്നേക്കടാ സിറാജ് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി കാണിക്കും. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി കാണിക്കും. അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ നമ്മൾ വിചാരിക്കും ഉസ്താദെ അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ പോത്തില്ലേന്ന്, അല്ലേ? അവൻ വരുന്നതിന് മുമ്പ് എന്താണ് പോത്തില്ലേ? അവൻ വരുന്നതിന് മുമ്പ് നമ്മൾ പോകും. പിന്നെന്തിനാ നമ്മൾ പേടിക്കണമെന്ന് ചിന്തിക്കുന്നു? മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദുആ ചെയ്തു തഹയ്യാത്തിൽ, പടച്ചവനെ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് കാക്കണേന്. കാരണം എന്തെന്നറിയോ? ഖബറിൽ കിടക്കണവനെ ചിലപ്പം വിളിച്ചോണ്ടിട്ട് അവൻ ചോദിക്കും ഞാനാ റബ്ബ് പറയാൻ. ഖബറിൽ കിടക്കുന്നവനെ, ദുനിയാവി ജീവിച്ചിരിക്കുന്നവരെ പോകട്ടെ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനി വന്നിട്ട് ഇങ്ങനെ വിളിക്കും ഷാജി എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ട് സ്വർഗവും നരകം കാണിച്ചിട്ട് ഞാനാ റബ്ബെന്ന് പറഞ്ഞ അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ അവന്റെ ഷർ അത്രയും ഷർറാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിലാണ് യജൂജും മഅജൂജ് എന്ന് പറയുന്ന ഈ വിഭാഗമൊക്കെ വരുന്നത്. അപ്പൊ ചരിത്രം പറയുകയാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യജൂജും മഅജൂജും എല്ലാ ദിവസവും അവർ പടച്ചവനെ അവിടുന്ന് ഒരു തുരങ്കം, അവരെ ഒരു അണക്കെട്ട് പോലെ എന്തോ ഒന്നിനകത്ത് അല്ലാഹു അടച്ചിട്ടിരിക്കുകയാണ്. ഇവരെന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തിറക്കാൻ വേണ്ടി ഇങ്ങനെ തുരക്കും. എങ്ങനെയെങ്കിലും ഇപ്പൊ ജയിലിൽ നിന്നൊക്കെ 2-3 ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു, ഇസ്രയേലിന്റെ ജയിലിനകത്ത് നിന്ന് 6 സഹോദരങ്ങൾ, ജയിൽ പുള്ളികൾ കുഴിയെടുത്തിട്ട് രക്ഷപ്പെട്ടു. എവിടുന്ന? ഏറ്റവും വലിയ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് അവർക്കുള്ളത്, അതിനകത്തുനിന്ന് പോയി. ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ അടച്ചിട്ടിരിക്കല്ല, അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചരിത്രം പറയുന്നത് പോയി സർവ്വതും നശിപ്പിച്ചു കളയും. വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കും, മീനൊക്കെ അങ്ങനെ കഴിയുമെന്ന ചരിത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇവരെല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തുരക്കും. എങ്ങനെ രക്ഷപ്പെടാൻ? പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ തുരങ്കമുണ്ടാക്കും, മാന്തിയൊക്കെ റെഡിയാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ ഇവരെല്ലാരും ഇങ്ങനെ തുരന്നുകൊണ്ടിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ ഇവരുടെ കൂടെ ഉള്ള ഒരാൾ പറയും, ഇന്ന് പണി നിർത്ത്, ഇനി ബാക്കി നാളെ. അങ്ങനെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാനിങ്ങനെ വളരെ എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. അപ്പൊ ഇവരുടെ മേൽനോട്ടം വഹിക്കുന്ന നേതാവ് പറയും, സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ പറയും, ഇന്നത്തെ പണി കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കി നാളെ പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകും. അവിടെ നിന്ന് ആ മതില് പൊളിക്കുന്നതിൽ നിന്ന്, ആ തുരങ്കം പൊളിക്കുന്നതിൽ നിന്ന് ഇവരെല്ലാവരും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ രാവിലെ വന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് പണി തുടങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെ എത്തി. വീണ്ടും തുറക്കും. വൈകുന്നേരമാകുമ്പോൾ ഇവരുടെ നേതാവ് പറയും, വാ പോയിട്ട് നമുക്ക് നാളെ വരാം. അങ്ങനെ പോകും. പിറ്റേ ദിവസം വരുമ്പോഴും ഇതേപോലെ തന്നെ. ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പുറത്തിറങ്ങാത്ത. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ മതിലിങ്ങനെ തുറന്നുകയാണ്. വൈകുന്നേരമാകുമ്പോ നേതാവ് പറയുന്നു, പണി നിർത്തിക്കോ, ഇനി നാളെ രാവിലെ തുടങ്ങാം. അല്ലാഹുവേ, രാവിലെ സുബഹി ബാങ്ക് വിളിച്ചു കഴിയുമ്പോ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും ആ തുരങ്കമങ്ങ് ഒരുമിക്കുകയാണ്. ഇങ്ങനെ വർഷങ്ങളായി ലോകാവസാനത്തിന്റെ സമയം അടുക്കുന്നത് വരെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെങ്ങനാ പുറത്തിറങ്ങുന്നതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു
വസല്ലമ തങ്ങൾ പറയുകയാണ്, യജൂജും മഅജൂജും എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് പുറത്തിറങ്ങുന്നതെന്നറിയുമോ? പടച്ചവനെ, ഒരു ദിവസം അതാ ഇവരെല്ലാവരും തുരങ്കം ഇങ്ങനെ തോണ്ടുകയാണ്. അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി തോണ്ടുകയാണ്. പിറ്റേ ദിവസം അവരന്ന് പണി അവസാനിപ്പിച്ചു. അന്നവർ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ എല്ലാ ദിവസത്തിനേക്കാളും ഒരു വ്യത്യാസം കാണുകയാ. എല്ലാ ദിവസവും പണി അവസാനിപ്പിക്കും. നാളെ രാവിലെ വന്ന് നമുക്ക് ബാക്കി പണിയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തുരങ്കത്തിൻ്റെ പണി നിർത്തിയിട്ട് പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ പിന്നെ ഒന്നേന്ന് തുടങ്ങും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോകും. രാവിലെ തിരിച്ചു വരുമ്പോൾ എവിടെയാണോ പണി നിർത്തിയത് അതുപോലെ അവസ്ഥയിൽ അവശേഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഹദീസ്. എവിടെയാണോ പണി നിർത്തിയത്, സാധാരണ പെയിന്റ് ഇത്രയും നല്ല പൂശി ക്ലിയർ ആക്കി വെച്ചു, എന്നിട്ട് ഇങ്ങനെ തോണ്ടി 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 കുഴിയാക്കി, അപ്പോൾ ഇത്തിരി കൂടെ ഉണ്ട്, വാ നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞു പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും തേച്ച് ക്ലിയർ ആക്കി വെച്ചിരിക്കുക. വീണ്ടും തോണ്ടും, വീണ്ടും പോകും, വീണ്ടും വരും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോയി രാവിലെ തിരിച്ചു വരുമ്പോൾ പണി നിർത്തിയതുപോലെ അന്ന് നേരെയായിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയോ? അന്നത്തെ ദിവസം പണി നിർത്തിയിട്ട് പോകുന്ന സമയം ഇവരുടെ നേതാവ് പറയും, ഇൻഷാ അല്ലാ ബാക്കി നാളെ വന്ന് പണിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞേ? ഇൻഷാ അല്ലാ. ഖിയാമത്ത് നാൾ അടുക്കുന്നത് വരെ അത് പറയൂല. അതാ മനസ്സിലാക്കണ്ടേ. ഖിയാമത്ത് നാൾ അടുത്തു വരുന്നത് വരെ അങ്ങനെ പറയില്ല. പക്ഷെ ഇവര് പുറത്തേക്ക് ഇറങ്ങാൻ സമയമടുക്കുമ്പോ ഇവരുടെ നേതാവ് പറയും, ഇന്നത്തെ പണി നിർത്തി, ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് നാളെ വന്ന് പണിയാം. ആ ഇൻഷാ അല്ലാ പറഞ്ഞിട്ട് അവർ പോകും. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ പണി നിർത്തിയ സ്ഥലത്ത് അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയാണ് അവർ തോണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് ഇൻഷാ അല്ലാഹയുടെ പവർ. പഠിച്ചോ, അതാണ് ഇൻഷാ അല്ലാഹയുടെ പവർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ നിസാർ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് പറയലല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് വരികയാണ്. പടച്ച റബ്ബിന്റെ സഹായം അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ യജൂജും മഅജൂജും പിന്നെയും തുരക്കുന്നു. തുരന്നവർ പടച്ചവനെ അത് പൊളിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഇൻഷാ അല്ലാ എന്ന് പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്ത് നോക്ക്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ഹിദർ നബി അലൈഹിസ്സലാം, ഇവര് തമ്മിലുള്ള ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. പ്രവാചകന്മാർ ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആനിൽ എടുത്തു നോക്കിയ ഒരു മനോഹരമായ ചരിത്രം കാണാം. ആരുടെ ചരിത്രം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹിദർ നബി അലിഹിസ്സലാം, മഹാനായ മൂസാ നബി അലിഹിസ്സലാം, ഇവർ രണ്ടുപേരും ഒരു യാത്ര നടത്തി. ഒരു സംഭാഷണമുണ്ട്. ഖുർആൻ മനോഹരമായൊരു ചരിത്രമാണ്. മനോഹരമായ ചരിത്രം. സത്യം പറഞ്ഞാൽ അതൊക്കെ വായിച്ചു നോക്കേണ്ടത് എന്ത് ഇൻട്രസ്റ്റ് എന്നറിയോ? വളരെ മനോഹരമായ രീതിയിൽ മനസ്സുകളിൽ വല്ലാതെ കയറിപ്പറ്റുന്ന ചരിത്രങ്ങൾ ഖുർആനിലുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ സ്വാബിറൻ വലാ അഅസി ലക അംറ. മഹാനായ ഹിദർ നബി അലൈഹിസ്സലാം ഇങ്ങനെ യാത്ര പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകോ, നിനക്ക് ക്ഷമയില്ല, എൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല. കാരണം എന്തേ? പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള പ്രവാചകൻ ആരാപ്പാ പറ? ആരാ? ഈസാ നബിയോ? ഏത് നബിയാ? പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളാരാ? വല്ലാത്ത ആരോഗ്യവാനുമാണ്, വലിയ ദേഷ്യമാണ്. ആര്? മൂസാ നബി അലൈഹിസ്സലാം. ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നുകളഞ്ഞു. ബനു ഇസ്രയേൽപ്പെട്ട ഒരു പാവപ്പെട്ടവനെ ഇട്ട് തല്ലുന്നത് കണ്ടപ്പോൾ ഒരെണ്ണ കൊടുത്തുള്ളൂ, വീണപ്പോഴെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു.
ആ ദേഷ്യത്തിലടിച്ചു. എന്തിന്? തൗറാത്ത് എന്ന് പറയുന്ന കിതാബ്, നമ്മുടെ ഖുർആൻ പോലെ അള്ളാഹു കൊടുത്ത കിതാബാ തൗറാത്ത്. ഈ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ 40ഓളം ദിവസം നോമ്പ് പിടിച്ച് ഒറ്റയ്ക്കിരുന്നിട്ട് തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് അള്ളാഹുടെ കയ്യിൽ നിന്ന് കിതാബും വാങ്ങിച്ചിട്ട് വരുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? പോകുമ്പോൾ തൻ്റെ കൂടപ്പുറപ്പിനെ പിടിച്ച് തൻ്റെ ജനങ്ങളെയൊക്കെ നോക്കിക്കൊള്ളണം, തൻ്റെ സമുദായത്തെ മുഴുവനും നോക്കണമെന്ന് പറഞ്ഞിട്ട് യഹിയാ നബി അലിഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ട് പോവാ. പള്ളിയിൽ നിന്ന് പോകുമ്പോൾ മെയിൻ ഇമാം അസിസ്റ്റന്റ് ഇമാമിനെ ഏൽപ്പിച്ചിട്ട് പോണ പോലെ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ട് പോയി നോക്കിക്കൊള്ളണം, എല്ലാവരും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന ആ രംഗം എന്തെന്നറിയോ? പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാ കാണുന്നേ. കയ്യിലിരുന്ന കിതാബ് എടുത്ത് ഒറ്റ ഏറ്. ദേഷ്യം വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന കിതാബ് താഴെ എറിഞ്ഞു, പൊട്ടിപ്പോയെന്ന്. യാ യഹ്യാ ഖുദിൽ കിതാബ് ഖുർആൻ പറയുന്നു. യഹ്യാ നബിയുടെ താടിയിൽ കയറി പിടിച്ചെന്ന ഒരൊറ്റ പിടി. നിന്നോട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എന്തായി കാണിക്കണേ? ഇത്രയും ദേഷ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലിഹിസ്സലാമിൻ്റെ റൂഹ് പിടിക്കാൻ അസ്രായിൽ അലിഹിസ്സലാം കടന്നു വന്നു. നേരെ വന്നിട്ട് കയറി അങ്ങ് പിടിച്ചു. വേദന സഹിക്കാൻ പറ്റാതെ ഒരൊറ്റ അടി അസ്രായിലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് ചരിത്രം പറയുക. ഒരൊറ്റ അടിയടിച്ചു, ഇസ്രായേലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു. അന്ന് മുതലാ നിയമമാക്കിയത്, പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയ അനുവാദം ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രം പറയുന്ന അന്ന് മുതലാണ് നിയമം വന്നത്. പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയി എന്ത് ചെയ്യണം? അനുവാദം. അതുകൊണ്ടാണ് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്തിനാ അസ്രായിലെ വന്നത്? അള്ളാഹു പറഞ്ഞു വിട്ടതാണ്. എന്ത്? റൂഹ് പിടിക്കാൻ പറഞ്ഞു വിട്ടതാ. അനുവാദം തന്നാൽ പിടിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ രോഗസന്ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. നമ്മളോട് ചോദിക്കോ? സിറാജ വന്നതാ, പിടിക്കട്ടെ ചോദിക്കോ? എവിടെ പിടിച്ചിട്ട് പോയിട്ടുണ്ടാകും. അപ്പോഴേ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം മൂസാ നബി അലിഹിസ്സലാം, മൂസാ നബിയോട് യഹിയ അവിടെ നിന്ന് ഹിളർ നബി അലിഹിസ്സലാം പറഞ്ഞു, നിനക്ക് ക്ഷമ കുറവ്, എൻ്റെ കൂടെ വന്നാൽ പറ്റത്തില്ല. ഇല്ല, ഞാൻ ക്ഷമിച്ചു കൂടെ ഇരുന്നോളാം, ഞാൻ സമാധാനത്തോടു കൂടി ഇരുന്നോളാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസീ ലക അംറാ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമയുള്ളവനാ, ഞാൻ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പ്രവർത്തിക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെ നടന്നു പോകുന്നു. പടച്ചവനെ ഒരു കുഞ്ഞിനെ കണ്ടു, കളിച്ചുകൊണ്ടിരിക്കുക, പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഹിളർ നബി അലൈഹി സ്വലാം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ മൂസാ നബിക്ക് പടച്ചവനെ കണ്ടിട്ട് സഹിക്കാൻ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് ചോദിച്ചു കളഞ്ഞ ഒറ്റ ചോദ്യം. ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ. ഒന്ന് പെട്ടെന്ന് വൈലൻ്റായി. ഹിളർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ, എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഇല്ല ഇല്ല, ഒന്നുമില്ല ഒന്നുമില്ല. അവിടെ നിന്ന് പറഞ്ഞു ഇല്ല. രണ്ടാമതൊരു നാട്ടിൽ പോയി. ഒരു നാട്ടിൽ പോയപ്പോൾ പച്ചവെള്ളം പോലും ഒരു മനുഷ്യൻ കൊടുക്കണില്ല, ഒരാളും സഹായിക്കുന്നില്ല. രണ്ടുപേരെ കണ്ടിട്ട് ഒരു പരിചയമോ ഒരാളും കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കണില്ല. അങ്ങനെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരു മതിലിടിഞ്ഞു വീഴാൻ പോകുന്നത്. ഹിളർ നബി അലൈഹി സ്വലാം ഓടിച്ചെന്നിട്ട് മതിൽ പിടിച്ചിട്ട് നേരെയാക്കി കൊടുക്കുക. മൂസാ നബി ചോദിച്ച്, പച്ചവെള്ളം പോലും തരാത്ത ഇവരുടെ ഈ മതിൽ നേരെയാക്കാൻ നടക്കുക. അപ്പോഴും ചോദിച്ചു, അല്ലേ, വല്ലാത്ത ചോദ്യം. ഇപ്പോഴാ ചോദിക്കണത്, ഈ മതിൽ പിടിച്ച് നേരെയാക്കുന്നു, എന്തായി കാണിക്കണത്? അവിടെ നിന്ന് ചോദിച്ചു. അപ്പോഴും ഹിളർ നബി പറഞ്ഞു, നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നിനക്ക് ക്ഷമ കുറവാ, എൻ്റെ കൂടെയുള്ള യാത്ര ശരിയാവൂല. ഇനി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പത്തീരും നമ്മുടെ യാത്ര. ഇനി എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, കപ്പലിനകത്ത് കയറി, ബോട്ടിനകത്ത് കയറിയപ്പോൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ എന്ത് ചെയ്യുക? ബോട്ടിൻ്റെ പലകകളൊക്കെ ഇളക്കിയിട്ട് കളയുക. കടലിൽ കൂടെ പോണ ബോട്ടിൻ്റെ പലക ഇളക്കി എങ്ങനെ ഇരിക്കും? പടച്ചവനെ, മൂസാ നബി അപ്പോഴും വൈലൻ്റായി. അപ്പോഴും പറഞ്ഞു, തീർന്നു, ഇനി നമ്മൾ യാത്രയില്ല, തീർന്നു യാത്ര, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള യാത്രയില്ല. എന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കുട്ടിയുടെ കുന്നുകളയാനുള്ള കാരണമെന്താ? ആ മതിൽ നേരെയാക്കാനുള്ള കാരണമെന്താ?
ഈ ബോട്ട് ഇളക്കി നശിപ്പിക്കാനുള്ള കാരണം എന്താ? ഇത് മൂന്നും പറഞ്ഞു കൊടുത്തു, എന്നിട്ട് യാത്ര അവസാനിപ്പിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് വലിയ ചരിത്രമാണ്. അത് പിന്നീടൊരു സമയം നമുക്ക് പഠിക്കാം എന്തായിരുന്നു. വെറുതെ പറഞ്ഞു കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ 3 കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അതിന് പറഞ്ഞു തരണോ? ഇനിയിപ്പോൾ ഉറക്കം വരാതിരിക്കണ്ട, തീരാറായി ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനായി കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ കുഞ്ഞു വളർന്നു വന്നാൽ ഇവരുടെ മാതാപിതാക്കളെ തന്നെ കൊല്ലും. ഈ കുട്ടി ഇപ്പോഴേ കൊന്നില്ലെങ്കിൽ, ഈ കുട്ടി ഇപ്പം നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ, ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ തന്നെ എതിരായി കൊല്ലുന്നൊരവസ്ഥ, അവർക്ക് തന്നെ വലിയ ശാപമാകുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അവനെ നശിപ്പിച്ച് കളഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, എന്തുകൊണ്ടാണ് വീഴാൻ പോയ മതിൽ നേരെയാക്കിയത്? അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഒരു സ്വാലിഹായൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ മതിലിനടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്, തൻ്റെ മക്കൾക്ക് കിട്ടാൻ. യതീമായ മക്കൾക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അതിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ മതിലിളകി വീണ അത് നാട്ടുകാർ കാണും, യതീമിൻ്റെ കയ്യിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കി വെച്ചത്. കപ്പലിനകത്ത് നിന്ന് പലകയെടുത്ത് കളയാൻ കാരണം, അപ്പുറത്ത് ശത്രുക്കളായ ഒരു രാജാവ് നിൽക്കുന്നുണ്ട്. നല്ല കപ്പൽ കണ്ടാൽ ആ കപ്പൽ പിടിക്കും, അതിനകത്തുള്ളവരെയൊക്കെ കൊന്നുകളയും. അപ്പം നല്ല കപ്പലുകൾ നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കപ്പലൊരു പോരായ്മയുള്ള കപ്പലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇളക്കി കളഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, യാത്ര തിരിഞ്ഞ് രണ്ടുപേരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു എന്ത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ്. മൂസാ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വിവാഹിതനാകുന്ന അവസരമുണ്ടല്ലോ, അദ്ദേഹം വിവാഹം ചെയ്യുന്ന സ്ത്രീയുടെ പിതാവ് അദ്ദേഹത്തോട് പറയുകയാ, നമുക്ക് ചരിത്രമറിയാം, ഫിർഔനിന്റെ നാട്ടിലല്ലേ മൂസാ നബി കഴിഞ്ഞിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടുന്നതാ തന്റെ ഗോത്രക്കാരനായ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പാവപ്പെട്ടവന് അവിടുന്ന് തല്ലിച്ചതയ്ക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഒരടി വെച്ചു കൊടുത്തു ഒരു മനുഷ്യനെന്ന് വീട് മരിക്കുകയാണ്. അവസാനം മൂസാ നബി നാട് വിടുകയാ. മൂസാ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മൂസാ, നിന്നെ പിടിക്കാൻ ഫിർഔനിന്റെ പട്ടാളക്കാര് വരുന്നുണ്ട്. ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ഓടുകയാണ്. ജോർദാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലൊക്കെ പോകുമ്പോ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര ചെയ്തു. അവസാനം ചരിത്രം അറിയുമല്ലോ, അല്ലാഹുവേ, ഒരു മരത്തിൽ ചാരിയിരുന്നിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു, അല്ലാഹ്, എനിക്കാരുമില്ല അല്ലാഹ്, നീയല്ലാതെ ആരുമില്ല പടച്ചവനെ, പരിചയമില്ലാത്ത നാടാണല്ലോ, നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചരിത്രമറിയുമല്ലോ, 2 പെൺകുട്ടികൾ വെള്ളം കോരാ നിൽക്കുന്നു, അവരെ സഹായിക്കുന്നു. സഹായിച്ചതിന് ശേഷമാണ് ദുആ ചെയ്തത്. അത് കഴിഞ്ഞ് പെൺകുട്ടികൾ വന്നിട്ട്, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുപോയ ചരിത്രമറിയുമല്ലോ. ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതൈ ഹാതൈൻ അലാ അൻ തഅജുറനി 8 ഹിജജ് ഫഇൻ അതംത 10 ഫമിൻ ഇൻദിക വമാ ഉരീദു അൻ അശുഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാലിഹീൻ. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞ രംഗം പറയുകയാണ്. ആരായിരുന്നു മൂസാ നബി വെള്ളം കോരാ സഹായിച്ച പെൺകുട്ടികളുടെ വാപ്പയാരാ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ആ ശുഐബ് നബി പറയുകയാണ്, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ
എന്റെ 2 പെൺമക്കളിൽ നിന്ന് ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, 8 കൊല്ലം നീ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഇനി 10 വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. 8 എന്നുള്ളത് 10 വർഷം നിൽക്കുവാണെങ്കിൽ അൽഹംദുലില്ലാ, അത് നിന്റെ ഇഷ്ടം. നിനക്ക് പ്രയാസമുണ്ടാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുവാൻ നിനക്കുണ്ട്. ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. 8 വർഷം നിൽക്കണം, ഇല്ല ഇനി 10 ആണെങ്കിൽ 10, നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് നബി അലൈഹിസ്സലാം ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞതിന് തെളിവ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എടുത്തു നോക്ക്. 10-13 വയസ്സുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അല്ലാഹുവേ, അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുവന്ന് 2 മലകൾക്ക് നടുവിൽ കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. പ്രസവിച്ച് കിടന്ന ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മകനോട് സ്നേഹമുണ്ടായി. അങ്ങനെ മകനെ കാണാമെന്നു. മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി. എവിടെയും വാപ്പയും മകനും ഒരുമിച്ച. വാപ്പയ്ക്ക് തന്റെ മകനോട് സ്നേഹം കൂടിയപ്പോ അല്ലാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നോടാണോ സ്നേഹം, മകനോടാണോ സ്നേഹം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ 10-13 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി പറഞ്ഞ പാർത്തി എന്തെന്നറിയുമോ? ഫലമ്മാ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ قال يا أبت افعل ما تؤمر ستجدني إن شاء الله. സിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഖലീലായ പ്രവാചകൻ വന്നിട്ട് പറയുന്നു, മോനെ, നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. വാപ്പ സ്വപ്നം കാണുന്നു മോനെ, വാപ്പ സ്വപ്നം കാണുന്നു മോനെ. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലയാ അവിടെന്ന് പറയുന്നു, കാല യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ. ഇസ്മായിൽ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ അവിടെന്ന് പറയുന്നു, വാപ്പാ വാപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത്, അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ചെയ്തു കൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ശമാശീലരുടെ കൂട്ടത്തിൽ താങ്കളെ അല്ലാഹു കണ്ടെത്തുന്നതാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അവിടെന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഖുർആൻ പറയുന്ന 4 മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. നമുക്കറിയാം, യൂസുഫ് നബിയുടെ ചരിത്രം അറിയാം. ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പ്രവാചകന യൂസുഫ് നബി അലൈഹിസ്സലാം. അവിടുന്ന് ജയിലിൽ പോയി അടിമയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി. അങ്ങനെ തൻ്റെ വാപ്പയും ഉമ്മയും തൻ്റെ മാതാപിതാക്കൾ ഈജിപ്തിൻ്റെ രാജാവായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വരിക. യൂസുഫ് നബിയെ കാണാൻ വരുമ്പോ അവിടെന്ന് പറയുന്നു, ഫലമ്മാ
دخلوا على يوسف أوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. തന്റെ വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമും തന്റെ പ്രിയപ്പെട്ട ഉമ്മയും അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നതിന് വേണ്ടി മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു ഇൻഷാ അല്ലാ നിർഭയത്വത്തോടുകൂടി നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ. യൂസുഫ് നബിയും പറഞ്ഞു, ഇൻഷാ അല്ലാ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ എന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളുണ്ട്. ഇത് പ്രവാചകന്മാര് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, ഇത് പ്രവാചകന്മാര് പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു പശുവിനെ അറുക്കുന്നതിന് വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നതായി മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ അറിയിച്ചപ്പോൾ അവരുടെ മറുപടിയും ഇപ്രകാരമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു, ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. വലിയൊരു കഥയാ, വലിയ അതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ചെറിയ പോരായ്മകൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രായച്ചിത്തമായിട്ട് ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഒരു പശുവിനെ അറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഒരു പശുവിനെ അറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഇവർ ചോദിച്ചു, മൂസ അല്ലാഹയോട് ചോദിക്കാൻ എങ്ങനത്തെ പശുവിനെ അറക്കണ്ടേന്ന് ചോദിക്കാൻ പാടുണ്ടോ? എടാ പറഞ്ഞാൽ ചെയ്തോണം, കൂടുതൽ ചോദ്യം പാടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞു? മൂസാ നബിയോട് ചോദിച്ചു, അല്ലാഹയോട് ചോദിക്കാൻ ഏത് പശുവിനെ, എങ്ങനെയുള്ള പശുവിനെ അറക്കണം. അപ്പൊ പിന്നെ അല്ലാഹ് എന്താ പണി കൊടുത്തു? ലോകത്ത് കിട്ടാത്ത ഒരു പശുവിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. ലോകത്ത് കിട്ടാത്ത ഒരു പശുവിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പശുവിനെ തെരഞ്ഞ് 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 അവസാനം ഒരു പശുവിനെ കിട്ടി. പടച്ചവനെ, അതിൻ്റെ തോല്, അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അവസാനം വാങ്ങിയത്. അപ്പം ഈ ചരിത്രം പറയുന്നത്, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, കൂടുതൽ ചോദിക്കാൻ നിന്നാൽ പണി കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ പറഞ്ഞ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, അപ്പം തിന്നാ പോരെ, പിടി അങ്ങനെ എന്താ അപ്പം തിന്നാ പോരെ. ചുമ്മാതെ പറഞ്ഞതല്ല ആൾക്കാർ. അല്ല ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. എടാ അല്ല പറഞ്ഞു പോയി കിടക്കടാ മിനായില്. എന്തിനാ അല്ല അവിടെ പോയി കിടക്കുന്നത്? ചോദിക്കാൻ പാടുണ്ടോ? നീ പോയി കിടക്ക്. സഫായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മിനായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മുസ്തലിഫയിൽ പോയി കിടക്കട കല്ല് പറക്കടാന്ന് പറഞ്ഞാൽ പറക്കണം. അതന്നെ. എന്തിനെന്നുള്ള ചോദ്യം വേണ്ട. ഞാൻ പറയും, ഞാൻ യജമാനൻ, നീ എൻ്റെ അടിമ, മര്യാദയ്ക്കനുസരിച്ച് കൊള്ളണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയിട്ട് തൻ്റെ സമുദായത്തോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു, അവരെ പറഞ്ഞ മറുപടി എന്താണ്? ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അവരും പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പൊ അവരും ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ എടുത്തു നോക്കിയാൽ മതി. അല്ലാഹ് പറയുന്നുണ്ട് എങ്ങനത്തെ പശുവിനെയാ പിന്നെ അറക്കാൻ പറഞ്ഞതെന്ന്. ഇങ്ങനത്തെ നിറമുള്ള, ഇങ്ങനത്തെ കൊമ്പുള്ള, ജനങ്ങൾ കാട്ടിൽ വളർത്തിയ, ഒരാൾ കിട്ടാത്ത സാധനം. അവിടെയും തന്ത്രമുണ്ട്. അവസാനം ഒരു യതീമായ കുട്ടിയുടെ വളർത്തുന്ന പശു, ഒരു യതീമായ കുട്ടി വളർത്തുന്ന പശു, അവൻ ചോദിച്ച കാശ് സ്വർണ്ണ നാണയം തൂക്കി കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അള്ളാഹു വലിയ ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒന്നിച്ചു മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതായി ഹിജ്റ പോയതിനു ശേഷം മദീനയിൽ വെച്ച് അവിടെ സ്വപ്നം കണ്ട് ഈ കാര്യം വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതായി ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഖദ് സ്വദഖല്ലാഹു റസൂലഹു അർറുയാ ബിൽ ഹഖ് ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റൂസകും വമുഖസ്സിരീന ലാ തഖാഫൂൻ ഫഅലിമ മാ ലം തഅലം فجعل من دون ذلك فتحا قريبا.
എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയും സ്വഹാബത്തിന്റെ ചരിത്രം മദീനയിൽ വെച്ച് അവിടുന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞതായി പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചകന്മാര് ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് തെളിവുണ്ട്. ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു ഇൻഷാ അല്ലാഹയെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഈ നന്മ ജീവിതത്തിൽ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഇൻഷാ അല്ലാഹ് പറയല്ലേ? ഇൻഷാ അല്ലാഹ് പറയല്ലേ? അപ്പടി ഇൻഷാ അല്ലാഹ് പറ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയുന്നതിലൂടെ 4 പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന 4 പ്രതിഫലം കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ? എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊരു മനുഷ്യന് 4 പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത്. 4 പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവന് 4 പ്രയോജനങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രയോജനം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അല്ലാഹുവാ. ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞ ആരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞതാ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് പറയാതെ നീ ഉറപ്പ് പറയാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞു, നാളെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാമെന്ന് നീ പറയരുത്. നീ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്ത് പറയണം. അല്ലാഹുവിന്റെ കൽപ്പനയാ. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം അല്ലാഹ് നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു പറഞ്ഞത് അനുസരിച്ച അതിന് പ്രതിഫലം കിട്ടൂലേ? അല്ലാഹ് പറഞ്ഞു നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുമോ? എന്താ പ്രതിഫലം കിട്ടുക? ദുനിയാവ് ആഖിറവും രക്ഷപ്പെടും. അല്ലാഹ് പറഞ്ഞു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ദുനിയാവ് ആഖിറവും രക്ഷപ്പെടും. അല്ലാഹ് പറഞ്ഞു സദക്ക കൊടുത്താൽ എന്താ പ്രതിഫലം? ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. പൈസ മുടക്കി ഹജ്ജിന് ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്താ? സ്വർഗം കിട്ടും. അപ്പൊ അതുപോലെ അല്ലാഹു ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൽപ്പനയാണ്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച അതിനുള്ള പ്രതിഫലം നമുക്ക് അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മുതലാളി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന സ്റ്റാഫിന് പ്രത്യേക പരിഗണന അല്ലേ? കടയിലെ സ്റ്റാഫ് എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. എന്ത് കാര്യം ഒരു ന്യൂനതയുമില്ല. കേവലം ഒരു തട്ടുകടയ്ക്കകത്തിരിക്കുന്ന ഒരു മുറുക്കാൻ കടയുടെ അത്ര ഉള്ള കടയ്ക്കകത്തിരിക്കുന്ന നിന്റെ സ്റ്റാഫിനോട് നിനക്ക് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ അധിപനായ അള്ളാഹുവിന് അവൻ പറയുന്നതനുസരിക്കുന്ന അടിമയോട് എത്ര സ്നേഹമുണ്ടാകും, എത്ര പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട് പണിയാകട്ടെ, ഏത് കാര്യമാകട്ടെ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദേ നാളെ ഞാൻ വീട് പണി തുടങ്ങുകയാണ്. എന്റെ ഉസ്താദേ പടച്ചവനെ, റബീഉൽ അവ്വൽ മാസത്തിൽ വീടിന് കുറ്റിയടിക്കാൻ തുടങ്ങുന്നു ഇൻഷാ അല്ലാഹ്. ഉസ്താദേ കടങ്ങളൊക്കെ തീരണം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹ് നിന്റെ കാര്യം എളുപ്പമാക്കും, അല്ലാഹു നിന്നെ സഹായിക്കും മനുഷ്യ. ഉസ്താദേ ഇൻഷാ അല്ലാഹ് കടമൊക്കെ വീട്ടണം, ഉസ്താദേ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നിസ്കരിക്കാൻ തുടങ്ങണം, ഉസ്താദേ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, ഞാൻ നന്നാകും, പടച്ചവരെ ഇൻഷാ അല്ലാഹ് പറ മുസ്ലിമേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഇൻഷാ അല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കുമാണ്. വീട് പണി പ്രയാസത്തിൽ കഴിയുന്നവര് അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് ഉസ്താദേ പലിശ ഞാൻ ഇതിനകത്ത് കേട്ടിട്ടില്ല, അല്ലാഹു നിന്റെ വീട് പണി എളുപ്പമാക്കും, പടച്ചവൻ നിന്റെ പ്രയാസങ്ങൾ മാറ്റും, അല്ലാഹു നിന്റെ കടങ്ങൾ മാറ്റും, ഇൻഷാ അല്ലാഹ് നിന്റെ രോഗങ്ങൾ മാറും. പടച്ചവനെ ഇൻഷാ അല്ലാഹ് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, നീ എന്താണോ ഉദ്ദേശിക്കുന്നത് നിന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മുബാശക്ക ഒരു പുതിയ വണ്ടി എടുക്കുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ കുറേ നാളായി പൈസ എല്ലാം കൊണ്ടുകൊടുത്തു, എല്ലാം കഴിഞ്ഞു, പക്ഷേ ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് നല്ലതാണെങ്കിൽ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. കാരണം ഇന്നും ഞാൻ പറഞ്ഞു, വണ്ടി ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് മോശമാണ്. ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പുകാരൻ രക്ഷപ്പെടും, അതുകൊണ്ട് മുതലാളിയല്ല, വണ്ടി എടുത്തവനല്ല. അപ്പോൾ അൽഹംദുലില്ലാ ചിന്തിക്ക്, അല്ലാഹു ഖൈറാണെങ്കിൽ നടത്തി തരുമാറാകട്ടെ, അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്ക് ഇറങ്ങാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ പോകുന്നില്ലേ ജമീറൊക്കെ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അല്ലാഹു ഖൈറാക്കി യാത്രയൊക്കെ അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ, അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനത് ചെയ്യുമെന്ന് സത്യം ചെയ്തു പറഞ്ഞ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വ്യക്തമായി കേൾക്കണം. മൂന്നാമത്തെ കാര്യം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ സത്യം പറയാറുണ്ട് അല്ലേ? സത്യം ചെയ്ത് പറയില്ലേ? അല്ലാഹു സത്യമായിട്ടും ഞാനത് ചെയ്യും. അല്ലാഹു സത്യമായിട്ട് ഞാൻ നിനക്ക് തരും പറയില്ലേ? അത് ലംഘിച്ചാലോ ശിക്ഷയില്ലേ? ശിക്ഷയുണ്ടോ? ഉണ്ടോ? അല്ലാഹു സത്യമായിട്ടും നാളെ ഞാൻ തരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ തെറ്റല്ലേ? അപ്പൊ അവിടെ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാലോ? പഠിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാനത് ചെയ്യുമെന്ന് സത്യം ചെയ്തു പറഞ്ഞ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ സത്യലംഘനത്തിന് കഫാറത്ത് നൽകണം എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിവായി കിട്ടുമെന്ന ഒരു ഇൻഷാ അല്ലാഹ് പറയുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർ അതിൻ്റെ തെറ്റുകൾ, ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഉണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിൻ്റെ അതിന് പകരമായി ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ആ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിലോ അതിൻ്റെ ശിക്ഷ കൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു പുറത്തിരുമാറാകട്ടെ. നാല് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ കാര്യം, അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എന്ത് കാര്യമാണോ നീ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ അല്ലാഹുവിന്റെ ബർക്കത്ത്, അതിൽ അല്ലാഹുവിന്റെ സഹായം,
നിശ്ചയമായും റബ്ബ് നിനക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വെറുതെയല്ല, മുത്തുനബി പറയാതിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചരിത്ര സഹിതം പറഞ്ഞല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടം എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ. പടച്ചവനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് തെളിവ് പറഞ്ഞു തന്നല്ലോ. ഇൻഷാ അല്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹു എങ്ങനെയാണ് സഹായിച്ചതെന്ന് യജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ചരിത്രം പഠിപ്പിച്ചു തന്നല്ലോ. അതുകൊണ്ട് സഹോദരാ, ഇൻഷാ അല്ലാഹ് പറയുന്നവന് കിട്ടുന്ന 4 പ്രയോജനം. ഒന്നാമത്തെ പ്രയോജനം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടുകയാണ്. 2, എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അതിൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുകയാ, അല്ലാഹ് എളുപ്പമാക്കി തരികയാ, അല്ലാഹു വഴികൾ തുറക്കുകയാ. 3, സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാകാം. 4മത്തെ കാര്യം എന്തെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിലൂടെ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ അറിവാണ്, ഇത് വലിയ ഒരു ഇൽമാണ്, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇന്നുവരെ ഇത് പഠിക്കുന്നതിന് മുമ്പ് വരെ എന്താണ് ഇതിന്റെ പ്രതിഫലമെന്ന് നമുക്കറിയില്ലായിരുന്നു. ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരുന്നു എന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ 10,000-4,000 പേര് ലൈവായി വാഴ കേൾക്കുകയാണ്. പെങ്ങളെ, പഠിച്ചില്ലേ? ഇൻഷാ അല്ലാഹുവിന്റെ പ്രതിഫലം പഠിച്ചില്ലേ? അതുകൊണ്ട് ഇനി ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. ഏത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് പറഞ്ഞോ, അതിലൂടെ നിനക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പറഞ്ഞത്. അത് പറയാതെ വന്നാ വലിയ നഷ്ടമാ, വലിയ നഷ്ടമാ. ഖസ്റത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യര് അല്ലാഹു തരുന്ന 7 പ്രതിഫലം പഠിച്ചവരെ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ അല്ലാഹ് തരുന്ന 5 പ്രതിഫലം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ആയുസ് ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് പറയേണ്ടത് എപ്പോഴാണ്? അത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അത് പറയാതെ വന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? പഠിക്കാൻ അല്ലാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.